മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ഡൽഹി പോലീസിനോട് ഞാൻ ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. ഞങ്ങളുടെ കേരളത്തിലെ വീരശൂര പരാക്രമികളാണ് ഈ പറയുന്ന ഇടതുപക്ഷവും പ്രത്യേകിച്ച് SFI എന്നൊക്കെ പറയുന്നത്. അവരുടെ CPM-ന്റെ അഖിലേന്ത്യാ ഓഫീസിലേക്കൊക്കെ നിങ്ങൾ എങ്ങനെയാ ഒരു ലേഡി ഉദ്യോഗസ്ഥയെ വിട്ടിട്ട് അവിടെ അവരുടെ പ്രധാനപ്പെട്ട ഓഫീസിലേക്കൊക്കെ കയറിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഈ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾക്ക് മുന്നിൽ നട്ടെല്ല് നിവർത്തിക്കൊണ്ടൊക്കെ നിങ്ങൾ ചോദിക്കുക? ഞങ്ങളെ കേരളം ഒരുപാട് കാലമായിട്ട് മാറി മാറി ഭരിച്ച് മുന്നോട്ട് പോകുന്നവരാ ഇടതുപക്ഷം. അവരൊന്നും ഭരണത്തിൽ നിന്ന് വീണപ്പോയേക്ക് അവരുടെ അഖിലേന്ത്യാ ഓഫീസിലേക്ക് പോലീസ് എത്തിയോ? യജാതി ഗതികേടിലേക്കാ ഇപ്പോ ഇടതുപക്ഷം എത്തിയിട്ടുള്ളത്. ആ ഗതികേട് അവർക്കൊപ്പമാണ്, ഒരു തർക്കമില്ല. ഏതായാലും MA ബേബി ഇത് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ഒന്നൊന്നര മറുപടിയാ. അങ്ങ് അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെ പിടിച്ചിട്ടാ മറുപടിയും പറയുന്നത്. നിങ്ങളൊന്നും തൊട്ടു എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന മട്ടിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിന്റെയും പ്രസിഡന്റ് ഭാര്യയും ഡൊണാൾഡ് ട്രംപ് അയച്ച സൈനികർ പോയി അവിടുത്തെ സുരക്ഷാ ഭടന്മാരെയൊക്കെ വകവരുത്തിയിട്ട് പിടിച്ചുകൊണ്ടുപോയി മാൻഹട്ടനിലെ, അതായത് ന്യൂയോർക്കിലെ ഒരു ജയിലിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെയാണ്. ഇറാനിലെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അമേരിക്ക ഇസ്രയേലുമായി ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇറാനിൽ. അതിന്റെ ഒരു ചെറിയ പതിപ്പ് പ്രതിപക്ഷത്തിൽപ്പെട്ടവരെ എല്ലാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെയും ലോകത്തെ പല രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കടന്നാക്രമണം നടത്തുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? കുറച്ചു കാലം മുമ്പ് ട്രംപ് മോദിക്കെതിരെ എന്തോ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് ട്രംപിനെയും പൊക്കി നടന്നിരുന്നു. ഇപ്പൊ പറയുന്നത് ട്രംപും ഇസ്രായേലും ഇതൊക്കെ ഇതേപോലെയാണ് മോദി എന്നൊക്കെ. എന്തൊരു അവസ്ഥയാ! ഇവിടെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇടതുപക്ഷത്തെ ഒരു നേതാവിനും ഒരു ചെറിയ വിഷയത്തിൽ പോലും സംസാരിക്കാൻ സാധിക്കൂല എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇവിടെ എല്ലാ രീതിയിലുള്ള ജനാധിപത്യല്ലേ? MA ബേബി കൃത്യമായിട്ട് മറുപടികൾ പറയുന്നില്ലേ? ഈ അടുത്ത് ജനാധിപത്യപരമായിട്ട് ഇവിടെയുള്ള പുതുതലമുറ സമരം ചെയ്തില്ലേ? അങ്ങനെ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി രാജിവെച്ചില്ലേ? ഇതൊക്കെയല്ലേ ജനാധിപത്യം? ഇതൊക്കെയല്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്? ഈ ഡൽഹി AKG സെന്ററിലേക്ക് വെറുതെയാണോ പോലീസ് വന്നത്? എന്തിനാ വന്നത് എന്ന് ഞാൻ പറയുന്നില്ല, ജോൺ ബ്രിട്ടാസ് തന്നെ പറയും. നിങ്ങൾ നോട്ടു. ഞാൻ വന്ന് ചോദിച്ചു എന്താണ് കേസ്. അവർ 2021 ഒരു FIR കാണിച്ചു. അപ്പൊ ആ കേസിന്റെ വിശദാംശം എനിക്കറിയാം. അതായത് ബംഗ്ലാ ഭവനിൽ അവരെന്ന് പ്രതിഷേധിച്ച് സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കേസാണിത്. അത് കോടതിയിലുണ്ട്, അവർ കോടതി പോകാറുണ്ട്. 30-ാം തീയതി വീണ്ടും കോടതിയിൽ പോകേണ്ടതാണ്. അപ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറിയിട്ട് ഐഷി ഘോഷ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, സാധാരണത്തിൽ അവരുണ്ടാകുന്നതല്ല, അവർ JNU വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവരെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഡൽഹി പോലീസ് ഇങ്ങനെ ഉന്നമിട്ടിരുന്നു എന്നുള്ള വ്യക്തമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് ഇങ്ങനൊരു ദേശീയ പാർട്ടി ഓഫീസിലേക്ക് ധൃതി പിടിച്ച് വരേണ്ട കാര്യം എന്താ? നിങ്ങൾ കേട്ടില്ലേ? ഒരു കേസുമായി ബന്ധപ്പെട്ടല്ല അവിടേക്ക് വന്നിട്ടുള്ളത്. 2021 ഒരു കേസുണ്ട് എന്ന് ജോൺ ബ്രിട്ടാസ് തന്നെ സമ്മതിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഈ വരുന്ന 30-ാം തീയതിയാണ് കോടതിയിൽ ബാക്കി നടപടികൾ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതായത് 2021 കേസാണെങ്കിലും ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ AKG സെന്ററിലേക്ക് വന്നതിൽ എന്താണ് ജനാധിപത്യ വിരുദ്ധതയുള്ളത്? കൃത്യമായിട്ട് ജോൺ ബ്രിട്ടാസ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് സകല മാധ്യമങ്ങളിലൂടെയും നമ്മൾ എല്ലാവരും കണ്ടു. പിന്നെ നിങ്ങളുടെ അഖിലേന്ത്യാ ഓഫീസിലേക്ക് പോലീസ് വരരുത് എന്ന് എന്ത് നിയമമുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലും ആ ഓഫീസിൽ അങ്ങ് കയറി ഇരുന്നാൽ പോരെ? ലളിതമായ ചോദ്യങ്ങളാ. ഇവിടെ ഒരു ജനാധിപത്യ വിരുദ്ധതയും നടന്നിട്ടില്ല. കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള SFI നേതാവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ അവിടെ വന്നു. ബ്രിട്ടാസ് കാര്യങ്ങൾ പറഞ്ഞു, ഉദ്യോഗസ്ഥർ തിരിച്ചുപോയി. ഇവിടെ എന്ത് ജനാധിപത്യ വിരുദ്ധതയുള്ളത്? എന്റെ ലളിതമായ ചോദ്യ. ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അതിന് മറുപടി പറയാം. കമന്റായിട്ടും എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട് AKG സെന്ററിൽ വരരുത് എന്ന് എവിടെയെങ്കിലും നിയമത്തിലുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹരി മറ്റൊരാളുണ്ട്, ഇപ്പോ AA റഹീം രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ ഡയലോഗുമായിട്ടാണ് രംഗത്തെത്തിയത്. ഞാൻ ഒരു ചെറിയൊരു ഭാഗം ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ചെറിയൊരു ഭാഗമാണ്.
ഡൽഹി ജന്തർ മന്ദിറിൽ പ്രക്ഷോഭത്തിനിടെ ഡൽഹി പോലീസ് ഡ്രോണുകളും CCTVകളും ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നടത്തിയ അനധികൃത ബയോമെട്രിക് നിരീക്ഷണത്തിനെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഹർജി സമർപ്പിച്ചു. ഡൽഹി പോലീസിനെതിരെ റഹീം രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ ഡയലോഗാണ്. നിരീക്ഷിച്ചത് ഡ്രോണുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സമരത്തെ നിരീക്ഷിച്ചതിനെതിരെയാണ് ഇപ്പൊ ഹർജിയൊക്കെ ആയിട്ട് റഹീം രംഗത്തെത്തിയത്. ആരാ ഇത് പറയുന്നത്? ഇവര് നമ്മുടെ കേരളം ഭരിച്ച സമയത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും AI ക്യാമറ സ്ഥാപിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പോലും പല വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ലോകത്തെല്ലാ സ്ഥലത്തും നടത്തുന്നതാണ്. അത് AI ക്യാമറയാണെങ്കിലും അതേപോലെ തന്നെ ഡൽഹിയിലെ സമരമാണെങ്കിലും ഒരു പ്രതിഷേധം നടത്തുമ്പോൾ അത് നിരീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് എന്ത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരാക്രമണവും ഇല്ലാതെ സമാധാനത്തിലാണ് ഡൽഹിയിൽ സമരം നടന്നത്. ആരെങ്കിലും ചോറ് തിന്നുന്ന ആരെങ്കിലും അംഗീകരിക്കോ? ചോറ് തിന്നുന്ന ആരെങ്കിലും അംഗീകരിക്കോ ഈ പറയുന്ന ഡൽഹിയിൽ നടന്നത് സമാധാനപരമാണ് എന്ന്? ഒരിക്കലുമല്ല. അതിൽ വ്യക്തമായ കലാപം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചതിനെതിരെ പോലും റഹീമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അത് അങ്ങനെയും ഒരാൾ അതവിടെ നിൽക്കട്ടെ. ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാർത്തയാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്? നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഒറ്റ വാർത്തയുള്ളൂ, പോലീസിനെതിരെ കോടതി ആഞ്ഞടിച്ചു എന്നൊക്കെ. കോടതി അത് മാത്രമാണ് പറഞ്ഞത്. കോടതി ഒക്കെ കൂടി ഡൽഹി പോലീസിനെതിരെ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന രീതിയിലാണ് ഇവിടെ സകല മാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് സമരക്കാർക്കെതിരെ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ട്. മാത്രല്ല കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല. കൃത്യമായ അതിന്റെ പിന്നാലെ അന്വേഷണങ്ങൾ ഉണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങളോടും കൃത്യമായിട്ട് റിപ്പോർട്ട് തേടും. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാപം നടത്തി ഇതൊക്കെ അങ്ങ് വെറുതെ വിടുമെന്ന് നിങ്ങളൊക്കെ എങ്ങനെയാ കരുതുന്നത്? ഇവിടെ മാധ്യമങ്ങളിൽ കമന്റ് ബോക്സിലൊക്കെ കാണാം, ഓ അത് അനീതിയാണ്. ഇവിടെ സമരം നടന്നു, അതിൽ പ്രതിഷേധക്കാരല്ലാത്ത ആളുകള്, അതായത് കലാപകാരികളുണ്ട്. അത് സുപ്രീം കോടതി പോലും പറയുന്നുണ്ട്. പോലീസുകാരെ ആക്രമിച്ചത് പൊതുമുതലെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവര്, അവരെ ഒന്നും വെറുതെ വിടാനല്ല, അവർക്കൊക്കെ എതിരെ നിയമ നടപടികൾ ഉണ്ടാവും. ഒരു തർക്കമില്ലാത്ത വിഷയം കോടതി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നിയമത്തിനെതിരെ അല്ലേ കലാപം നടത്തുക എന്ന് പറയുന്നത്? ഇതൊരു ലളിതമായിട്ട് ചിന്തിച്ചാൽ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ? കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല എന്ന് കൃത്യമായിട്ട് കോടതി തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, ഡൽഹി സമരത്തിൽ സമാധാനത്തിൽ സമരം ചെയ്ത ഒരാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല. അവിടെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ക്രിമിനൽ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് 2800-ലധികം ആളുകൾ അവിടെ കലാപത്തിൽ പങ്കെടുത്തു എന്ന് ഡൽഹി പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കലാപകാരികളെ വെറുതെ ഇടാൻ പറ്റില്ല. നാളെ അവര് UDF സർക്കാരിനെതിരെയും കലാപമായിട്ട് വന്നാൽ ഇവരെന്താ വിളിച്ചു പറയാ? ഇത് ലളിതമായ ചോദ്യം. എല്ലാം മലയാളികളും തിരിച്ചറിയാം, കലാപം നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല. ഏതായാലും ഇടതുപക്ഷത്തിന്റെ ആ ഒരു തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ അഖിലേന്ത്യാ ഓഫീസിലേക്ക് ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഡൽഹി പോലീസ് എത്തിയത് അവരെ അപമാനിക്കുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടായിരിക്കാം ഇങ്ങനെയും തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്?